കമിസ കമിസ എത്രയാണ് സമയം متى يبدأ شغلك أزل يبدأ شغلي الساعة 10 10 മണിക്കല്ലേ ക്ലാസ് തുടങ്ങുന്നത് അല്ല ആ 10 മണിക്ക്. ഓക്കെ يبدأ شغلي الساعة 10 10 മണിക്ക് എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അല്ല ജോലി സ്റ്റാർട്ട് ചെയ്യും ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് അടുത്ത ക്ലാസ്സിലുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചെന്നുള്ളൂ കേട്ടോ ആ ആ കം എന്നുള്ളത് ഹൗ കമിസ എത്രയാണ് മണി എത്ര ഉം, മണി ഉം. പറയുന്നത് വാട്ട് ഇസ് ദ ടൈം നൗ എന്നുള്ളത് കംസ ഓക്കെ ഇന്നലെ നമ്മൾ അവിടെ എത്തിയിരുന്നു പ്രിപ്പോസിഷൻ ശരിക്കും നോക്കിയോ ആ ഓക്കെ നിങ്ങൾ എവിടുന്നാണ് എന്തെങ്കിലും ചോദിക്കുക നിങ്ങൾ എവിടെ നിന്നാണ് ഫ്രം വേർ വെയിൻ 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 ഇൻതും ഫ്രം വേർ എന്ന് ചോദിക്കാൻ എന്താ ഉപയോഗിക്കേണ്ടത് ഫ്രം വേർ മിൻ വെയിൻ ഇൻതും ആ മിൻവേനിത്തും ഞാൻ ഇന്ത്യയിൽ നിന്നാണ് അനമിൻ അനമിൻ അൽ ഹിന്ദ് അനമിനൽ ഹിന്ദ് ഞാൻ കേരളത്തിൽ നിന്നാണ് അനമിൻ കേരള ഓക്കെ ഞാനിപ്പോ ഓഫീസിലേക്ക് പോവുകയാണ് എങ്ങനെ പറയാം ഞാനിപ്പോ ഓഫീസിലേക്ക് പോവുകയാണ് الحين أنا رحت في شركة ഫീ في ആണ് مكتب ടു എന്നുള്ളതിന് എന്താ ഉപയോഗിക്കുക إلى المكتب. ആ ഓക്കെ ഞാനിപ്പോ അയച്ച താത്തു ടെക്നിക്ക് കണ്ടില്ലേ ആ അത് അവസാനത്തിൽ താ തു എന്ന് ചേർത്തി കഴിഞ്ഞാൽ പാസ്റ്റ് ആകുക തുടക്കത്തിൽ ആ എന്ന് ചേർത്തി കഴിഞ്ഞാൽ ചേർത്തി കഴിഞ്ഞാൽ അത് പ്രസന്റ് ആയി മാറി അപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി ഞാൻ പോകുന്നു അപ്പൊ എങ്ങനെ പറയാം റൂഹ് എന്നതിന്റെ തൊട്ടു മുന്നേ ആ എന്ന് ചേർക്കാം أروح അറൂഹ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പോകുന്നു. ഐ ആം ഗോയിങ് അത് പ്രസന്റ് ആണ് കേട്ടോ ഇനി എപ്പോ നോക്കുമ്പോഴും പാസ്റ്റ് ആവുമ്പോൾ തു ടെക്നിക്ക് ഉപയോഗിക്കുക റഹ്ത് ഞാൻ പോയി ഞാൻ പോകുന്നു أروح ഞാൻ ഓഫീസിലേക്ക് പോകുന്നു أروح أروح مكتب. ആ, ഓഫീസിലേക്ക് ടു أنا أروح أنا أروح إلى المكتب. ഇപ്പോൾ أنا أروح إلى المكتب في سوري أنا أروح إلى المكتب الحين. അയ്യോ അന റൂഹ് ഇലൽ മക്തബ ലഹീൻ ഞാനിപ്പോ ഓഫീസിലേക്ക് പോകുന്നു ഞാനിപ്പോ മാർക്കറ്റിലേക്ക് പോകുന്നു أنا أروح إلى السوق. അയ്യോ അന റൂഹ് ലിസ്സൂഖ് ലഹീൻ ഞാനിപ്പം മാർക്കറ്റിലേക്ക് പോകുന്നു ഞാനിപ്പം നാട്ടിലേക്ക് പോവുകയാണ് എങ്ങനെ പറയാം أنا أروح في البلاد. ആ, ഇല ഫീ എന്ന് ഉപയോഗിക്കണ്ട ഒറ്റ പ്രിപ്പോസിഷൻ ഫീ എന്നുള്ളതും പ്രിപ്പോസിഷൻ ആണ് ഇല എന്നുള്ളതും പ്രിപ്പോസിഷൻ ആണ് ഒരു പ്രിപ്പോസിഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പൊ എങ്ങനെ പറയാം إلى إلى البيت എന്നാണോ ഫിൽ ബിലാത്ത് മറ്റേ നാട്ടിലേക്ക് എന്നല്ല. ആ ഇലൽ ഫീ വേണ്ട അവിടെ ഫീ വേണ്ട അതാ പ്രിപ്പോസിഷൻ പറഞ്ഞത് ഇലാ ഫിൽ ബിലാദ് പറയണ്ട ഇലൽ ബിലാദ് മാത്രം മതി ഇലൽ ബിലാദ്. ഇലൽ ബിലാദ് ഓക്കെ അടുത്തത് ഞാനിപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് أنا أروح إلى മുസ്തഷ്ഫ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ المستشفى. മുസ്തഷ്ഫ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ ഞാനിപ്പോ ഓഫീസിലേക്ക് പോവാണ് أنا أروح ആ, أنا أروح إلى المكتب. ഇപ്പോൾ എന്ന് അതെന്താ ആഡ് ചെയ്യാത്ത ഇപ്പോൾ أنا أروح إلى المكتب الحين. അയ്യോ അന റോഹൽ മക്തബിലിഹി ഞാനിപ്പോ ഓഫീസിലേക്ക് പോകുന്നു ഓക്കെ ഇനി നീ എവിടേക്കാണ് പോകുന്നത് എന്നെങ്ങനെ ചോദിക്കാം നീ എവിടേക്കാണ് പോകുന്നത് وين إن ആ وين أنت روح ഒന്നുകൂടി ശരിയായില്ല وين أنت رحت. വെൻ ഇൻ തറൂഹ് ഞാൻ ഒന്ന് അയക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കിട്ടോ ഇത് യത്താ ടെക്നിക്കാണ് യ ത അ
യാ എന്ന് ചേർത്തി കഴിഞ്ഞാൽ അവൻ പോകുന്നു. അവൻ ചെയ്ത കാര്യം പ്രസന്റ് ആണ് കേട്ടത്. ഫോർ പ്രസന്റ് ടെക്നിക് ഫോർ പ്രസന്റ് ടെൻസ്. തുടക്കത്തിൽ യാ എന്ന് ചേർത്തി കഴിഞ്ഞാൽ അത് അവൻ ചെയ്യുന്നു. ത എന്നാകുമ്പോൾ നീ ചെയ്യുന്നു. ആ എന്ന് ആക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നു. മനസ്സിലായില്ല? ഇല്ല. ഇല്ല. എത്ത ടെക്നിക്ക് മനസ്സിലായോ? എത്ത എന്ന് കൊടുത്തത് യാ മനസ്സിലായി. ഒന്ന് വേറെയാണ്, ത വേറെയാണ്, ആ എന്നുള്ളത് വേറെയാണ്. അപ്പം ഉം. റൂഹ് എന്ന് പറഞ്ഞാൽ പോവുക. യറൂഹ് ഉം. എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. യറൂഹ് അവൻ പോകുന്നു. തെറൂഹ് ആ, നീ പോകുന്നു. കണ്ടോ? തെറൂഹ് ആ, നീ പോകുന്നു. അറൂഹ് ഞാൻ പോകുന്നു. ഓക്കെ. ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ, ഏം, നീ കാണുന്നോ എന്നിങ്ങനെ ചോദിക്കാം. നീ കാണുന്നോ? തഷൂഫ്. അയ്യോ, തശു, കറക്റ്റ് കറക്റ്റ്. നീ നീ ഇപ്പം കൊണ്ടുവരുന്നുണ്ടോ? നീ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടോ? തജീബ്. ആ, ഇപ്പോൾ ഇപ്പോൾ എന്നുള്ള എന്താ പറയാത്തത്? തജീബ് അൽഹീൻ. ആ, തജീബ് അൽഹീൻ, തജീബ് അൽഹീൻ. നീ നീ ഇപ്പൊ പറയുന്നുണ്ടോ? ആം, ആ, തക്കുൽ അൽഹീൻ. തഗൂൽ അൽഹീൻ, കറക്റ്റ്. തഗൂൽ അൽഹീൻ. നീ ഇപ്പം മാനേജറോട് സംസാരിക്കുന്നുണ്ടോ? നീ ഇപ്പൊ മാനേജറോട് സംസാരിക്കുന്നുണ്ടോ? തകല്ലം മുദീർ അൽഹീൻ. അയ്യോ, അവിടെ തുടക്കത്തിൽ നീ എന്ന് പറയുമ്പോൾ എന്താന്ന് കൊടുത്തോളൂ കേട്ടോ. ആ, ഇൻതകല്ലം മുദീർ, ഇൻതകല്ലം മഅ മുദീർ. മാനേജറോട് ഇപ്പൊ സംസാരിക്കുന്നുണ്ടോ? ഓക്കെ. നീ അപ്പൊ ഞാൻ ചോദിക്കാം, നീ ഇപ്പം ഓഫീസിലേക്ക് പോകുന്നുണ്ടോ എങ്ങനെ ചോദിക്കാം? നീ ഇപ്പൊ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? നീ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? നീ 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 തറുഫു മക്തബ് അൽഹീൻ. എങ്ങനെ ഒന്നുകൂടി? നീ ഇൻ انت ഇൻത 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 തർ ഇൻത തറു മക്തബ് അൽഹീൻ. ايوه، انت تروح الى المكتب اللي هنا، الى تو. ഉം. انت تروح الى المكتب اللي هنا. നീ ഇപ്പം ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? انت تروح الى المكتب اللي هنا. നീ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? എപ്പോൾ എന്നുള്ളത് എന്താ? വീൻ. ആ, ഏ അല്ലല്ല, വെയ് എന്ന് പറഞ്ഞാൽ എവിടെ എന്നല്ലേ? ഞാൻ മുകളിൽ അയച്ചതിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി. രണ്ടാമത് ഡേ 13 മത്ത. മെത്ത. ഓക്കെ. എപ്പോഴാണ് നീ ഓഫീസിലേക്ക് പോകുന്നത്? മത്ത ഇൻ ആ, അതന്നെ, കറക്റ്റാ. ശരിയാണ്, ശരിയാണ്, പറഞ്ഞോളി, ശരിയാണ്. മത്ത ഇൻത തിറുഹുത് മക്തബ് അൽഹീൻ. ايوه മക്തബ് ايوه ഇലൽ ايوه. متى انت تروح للمكتب؟ متى انت تروح للمكتب؟ متى انت تروح للمكتب അല്ലെങ്കിൽ متى تروح للمكتب. നീ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? നീ നീ ഇപ്പോ നീ ഇപ്പോ എവിടേക്കാ പോകുന്നത്? നീ ഇപ്പോ എവിടേക്കാ പോകുന്നത്? ടു വേർ എന്നാട്ടോ. ടു എന്നുള്ളത് എന്താ? ടു എന്ന് പറയുമ്പോ ഇല. ഇല്ല. എവിടെ എവിടെ എന്നുള്ളതിനോ? വെയിൻ. അപ്പൊ ടു വേർ എന്നുള്ളതിനോ? ഇലൽ വെയിൻ. ഇലവൻ, ഇലവൻ, ഇലവൻ. നീ പോകുന്നു, നീ എവിടുക്കാ പോകുന്നത് ഇപ്പോ? ആ, ഇല 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 വെയിൻ തറു. കറക്റ്റ് ആണ്, പറഞ്ഞോളി. ഇല വെയിൻ തറു. ഇലവൻ ത്രോ. നീ എവിടുക്ക പോവോ? നീ ഇപ്പോൾ നമ്മ ഇലവൻ ത്രോ. നീ ഇപ്പൊ എവിടുക്കാ പോകുന്നത്? ഞാനിപ്പോ ഓഫീസിലേക്കാ പോകുന്നത്. എങ്ങനെ പറയാ? അൽഹീൻ ആ, അൽഹീൻ ഇൻത തറു ഫി അല്ല, അല്ല, ഇലൽ അല്ല. മക്തബ്. ഞാനിപ്പോ ഓഫീസിലേക്കാണ് പോകുന്നത്. അൽഹീൻ അന തറു ഇലൽ അല്ല, മക്തബ്. അല്ല, ഞാനാണ് പോകുന്നത്. ഞാൻ എന്നുള്ളതിന് എന്താണ് ഉപയോഗിക്കേണ്ടത്? യത്താ അന. ടെക്നിക്. ആന്ന് ചേർക്കണം. അന ഓക്കെയാണ്. അതിന് ആ, ശേഷം ആ, 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 ആ. ആ. അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസിലേക്കാണ് പോകുന്നത്. അന സോറി അൽഹീൻ അന അറു
إلى المكتب. ايوه الحين انا اروح للمكتب. الحين انا اروح للمكتب. ഞാനിപ്പോ ഓഫീസിലേക്ക് പോകുന്നു. ഞാനിപ്പോ ക്ലിനിക്കിലേക്കാ പോകുന്നത്. ക്ലിനിക്കിന് എന്താ പറയാ, എഴിയാത. ഞാനിപ്പോ ക്ലിനിക്കിലേക്കാ عيادة. ആ ഞാനിപ്പോ ക്ലിനിക്കിലേക്കാ പോകുന്നത്. ഇങ്ങനെ പറയാം. الحين ആ الحين അയവ أنا الحين أنا أروح അയവ إلى العيادة. അയവ അൽഹീൻ അന റൂഹ് ഇലൽ ഇയാദ. ഞാനിപ്പം ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. ഓക്കെ, കറക്റ്റ്. അടുത്ത്, ഏർ, നീ മരുന്ന് കാണുന്നുണ്ടോ? നീ മരുന്ന് കാണണ്ടടാ എന്നങ്ങനെ ചോദിക്കാം. നീ മരുന്ന് آم، أنت تشوف دواء. അയ്വ ഷൂഫ് അഥവാ ഷൂഫ് ദവ. നീ മരുന്ന് കാണുന്നുണ്ടോ? ഇനി ആ മരുന്നൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. നീ ആ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. ഇവിടെ എന്നുള്ളതിന് എന്താ? ഇവിടെ. ഇവിടെ ഇന. അയ്യോ, ഹിന ഹിന. ഓക്കെ, നീ ആ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. അങ്ങനെ പറയാം. നീ ആ മരുന്ന് കൊണ്ടുവാ. ആ, നീ മരുന്ന് ഒന്ന് കൊണ്ടുവാ. ഇന്ത തജീബ് അയ്യോ, ദവ. انت تجيب هذا الدواء. ആ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. انت تجيب هذا الدواء هنا. നീ ആ മരുന്ന് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. ഓക്കെ, അടുത്ത്, നീ നീ എന്താണ് നീ എന്താ മാനേജറോട് പറയുന്നത്? നീ എന്താ മാനേജറോട് പറയുന്നത്? ഓക്കെ, പറഞ്ഞോളി. നീ എന്താ മാനേജറോട് പറയുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ് വിത്ത് മാനേജർ? വാട്ട് ആർ യു ടോക്കിംഗ്? വാട്ട് എന്നുള്ളതിന് എന്താ? ഷൂ. ആ, ഷൂ. പിന്നെ വാട്ട് ആർ യു ടോക്കിംഗ് അല്ലെങ്കിൽ വാട്ട് ആർ യു സെയിങ്? ആ, എന്തായാലും എന്താ പറയുന്നത്? ഷൂ ഇന്ത ആ, ഷൂ ഇൻ ഷൂ ഇന്ത ഷൂ ഇന്ത തക് ഷൂ ഇന്ത തക്കല്ലം അയ്യോ മുദീർ. അയ്യോ, ഷൂ എല്ലാം മുദീർ. മാനേജറോട് എന്ന് പറയുമ്പോൾ മഅ മുദീർ കേട്ടോ. മഅ എന്നുള്ള പ്രിപ്പോസ് അല്ലെ, മഅ എന്നുള്ളത് പ്രിപ്പോസിഷൻ. അത് പ്രിപ്പോസിഷൻ. മഅ എന്താന്ന് അറിയോ? മഅ എന്നുള്ളത് ഇല്ല. മഅ എന്ന് പറഞ്ഞാൽ വിത്ത് എന്നുള്ളതാണ്. കൂടെ. വിത്ത് വിത്ത് മഅ 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 എന്ന് പറഞ്ഞാൽ വിത്ത്. വിത്ത് കൂടെ. മഅ മുദീർ. ചിലപ്പോൾ നമ്മളെ കസ്റ്റമറൊക്കെ ചോദിക്കും. കസ്റ്റമർ വരുമ്പോൾ ഓഫീസിലൊക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കുന്നത്, ഹബീബി മഅക അദ്സ. മഅക അദസ് കേട്ടിട്ടുണ്ടോ? മഅക്ക് എന്നുള്ളത്. ആ, മഅക്ക് എന്ന് പറയാൻ നിങ്ങളുടെ അടുത്തുണ്ടോ. ഡു ഇന്ദക് എന്നുള്ള അതേ പ്രയോഗം തന്നെയാണ് മഅക്ക് എന്ന് പറഞ്ഞാൽ. മഅക്ക് മഅക്കൽ ജാം. മഅക്ക് ജാം ജദീദ്. പുതിയ ഗ്ലാസ് എടുത്തുണ്ടോ? മഅക്ക് ജാം അല്ലേ. ബ്രാൻഡ് എന്തേ പറയല്? മറക്ക. ആ, മഅക്ക് ജാം അമർ. നിങ്ങൾക്ക് അടുത്ത് ബ്രാൻഡഡ് ഗ്ലാസ് ഉണ്ടോ? അവിടെ മഅക്ക് എന്ന് ഉപയോഗിക്കും. മഅ എന്നുള്ളത് വിത്ത് എന്നുള്ളതാണ്. ആ മഅ ജസ്റ്റ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത്. മഅ എന്ന് പറഞ്ഞാൽ വിത്ത് കൂടെ എന്നതാണ്. അപ്പം അവന്റെ കൂടെ എന്നെങ്ങനെ പറയാം? ഡാൻസിങ് വേർഡ് ചേർത്തിട്ട് പറഞ്ഞു നോക്കി. മാക്കു മാക്കു അല്ല അല്ല അല്ല, ഡാൻസിങ് വേർഡ് അതൊക്കെ. ഫസ്റ്റ് ആ ഡാൻസിങ് വേർഡ് എന്താ പറഞ്ഞാണ്? ഹു ഹാ ഹും ആ ക കി കും ആ ഇന. ആ, ഇനി ഈ മാന്റെ കൂടെ ആ ഡാൻസിങ് വേർഡ് ചേർത്താണ്. മാഹു. അയ്യോ, കറക്റ്റ്. അവന്റെ വിത്ത് ഹിം, അവന്റെ കൂടെ. ആ, ഞവളുടെ കൂടെ. മാഹു മാഹ അയ്യോ മഹാഹും അയ്യോ. ആ മാ ആ മാക്കി മാക്കും ആ ആ. മായി മായി മഴ മഈന മാന മാന മഈ മാന. ആന ഓക്കെ. ആന. എടാ, എന്റെ കൂടെ ഇപ്പൊ മാനേജർ ഉണ്ട് കേട്ടോ. എങ്ങനെ പറയാ? എന്റെ കൂടെ ഇപ്പൊ മാനേജർ ഉണ്ട്. എന്റെ കൂടെ ഇപ്പൊ മാനേജർ ഉണ്ട്. الحين ആ أنا الحين أنا
ഉം, തെറ്റി തെറ്റി തെറ്റി. എന്റെ കൂടെ അൽ മഅ എന്ന് പറഞ്ഞാല എന്താ? മഅഹു അൽ എന്ന് മഅഹു എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ കൂടെ. അപ്പൊ എന്റെ കൂടെ എന്നുള്ളത് എന്താ? മഇ. മഅയി. അപ്പൊ എന്റെ കൂടെ മാനേജർ ഉണ്ട്. അൽഹീൻ മഇ മുദീർ. അയ്യോ, അൽഹീൻ മഅ മുദീർ. അൽഹീൻ മഅ മുദീർ അൽഹീൻ. ഇപ്പൊ എന്റെ കൂടെ മാനേജർ ഉണ്ട്. ഓക്കെ. നിന്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് പുതിയ ലെൻസ് ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് പുതിയ ലെൻസ് ഉണ്ടോ? ഉം, നിങ്ങളുടെ അടുത്ത് പുതിയ ലെൻസ് ഉണ്ടോ അങ്ങനെ ചോദിക്കാം. ആ, രണ്ട് രീതിയിലും ചോദിക്കണം കേട്ടോ. നമ്മൾ ഇന്നലെ പഠിച്ചത്. ഉരീദും തുരീദും ഏഹ് അതല്ലേ? അന ഉരീദും അന തുരീദും അതല്ലേ? അല്ലല്ല, ഒരു ഇതല്ല, ഐ വാണ്ട് എന്നല്ലേ. ആ എന്ത് ഉപയോഗിച്ചിട്ട്? എന്ത് നമ്മൾ പഠിച്ചില്ല ഇന്നലെ? എന്താ? ആ എന്തഹു, ആ. എന്തഹ, എന്തഹു. നിന്റെ അടുത്തുണ്ടോ? ഉം, ഉം, ഉം. അത് അതും അല്ല, മാക്കും ഇത് രണ്ടും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി. ഇൻ ഇൻതക് അയ്യോ എന്തക്. ജ- ഇൻതക് നലാറ ജദീദ്. അയ്യോ എന്തക് നവാറ ജദീദ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ലെൻസ് ഉണ്ടോ? മാ കൂട്ടി പറഞ്ഞാണ്. ഇൻതക് നലാറ ജദീദ് മഅക് അല്ല 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 ബ്രാൻഡ് ആ. അല്ല. ഈ എന്തന്റെ അതേ പ്രയോഗം തന്നെ. എന്താന്ന് പറഞ്ഞാൽ ഉണ്ടോ. എന്തക്ക് നിന്റെ അടുത്തുണ്ടോ. എന്തൊക്കും നിങ്ങളുടെ അടുത്തുണ്ടോ. അതുപോലെ തന്നെ മാക്ക് നിന്റെ അടുത്തുണ്ടോ. മാക്ക് നവാറ. മാക്ക് നവാറ. മാക്ക് നവാറ. നിങ്ങളുടെ അടുത്ത് കണ്ണട ഉണ്ടോ. മാക്ക് നവാറ ജദീദ്. അയ്യോ മാന മാന നമ്മുടെ അടുത്തുണ്ട്. മാന നമ്മുടെ അടുത്തുണ്ട്. അതാ വിത്ത് അസ്. വിത്ത് അസ് എന്നുള്ളതിനാ മാന എന്ന് ഉപയോഗിക്കാം. അയ്യോ മാന ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങളുടെ അടുത്തുണ്ട്. ഈ മാ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? ഡൗട്ട്. ഇല്ല, വിത്തിന്റെ കൂടെ മനസ്സിലായി, പക്ഷെ അത് അതാ ഞാൻ പറഞ്ഞത്. ഉണ്ടോന്നല്ല. ശരിക്കും വിത്ത് എന്നുള്ളത് ആണെങ്കിലും ചില ആ സമയത്ത് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കസ്റ്റമർ ചോദിക്കുന്നത് നിങ്ങളടുത്ത് ഉം, വിത്ത് യു എന്നുള്ള സംഗതിയാണ് ഡു യു ഹാവ് എന്നുള്ളത്. വിത്ത് യു. ഉം, നിങ്ങളടുത്തുണ്ടോ. വിത്ത് യു എന്നുള്ളത് പോലെ തന്നെ പ്രയോഗമാണ്. നിങ്ങളടുത്തുണ്ടോ. മാക്ക് നല്ലാറ. മാക്ക് ഫുലൂസ്. നിന്റെ അടുത്ത് പൈസ ഉണ്ടോ. മാക്ക് ജവ്വാൽ. നിന്റെ അടുത്ത് മൊബൈൽ ഉണ്ടോ. ആ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് സ്പോക്കൺ അറബിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഉം, ഓക്കെ. ലിറ്ററേച്ചർ ചിലപ്പോൾ സംസാരത്തിലൊക്കെ ചില അറബികൾ അങ്ങനെ ചോദിക്കും. ചില ചില ആൾക്കാരെ എന്തൊക്കെ ചോദിക്കുള്ളൂ. ചിലർ മാക്ക് എന്ന് ചോദിക്കും. ചിലർ ഫി. ഫി നല്ലാറ ജദീദ്. ഫി. ഫി എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആ ഫീ കേട്ടിട്ടുണ്ട്. ആയിവ. അതാ ഫി എന്നും ചോദിക്കും. ഫി നല്ലാറ. ഫി നല്ലാറ. ഫി അദ്സ. ഫി അദ്സ. ഫി ജാമ. അതോ ക്ലാസ് ഉണ്ടോ. ഫി ജാമ. ഓക്കെ. ഉം, ഉം. അപ്പൊ ഈ മഴ കൂട്ടിയിട്ട് ഇങ്ങൊന്ന് പറഞ്ഞു നോക്കി. നിങ്ങളടുത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടോ എന്നങ്ങനെ ചോദിക്കാം. ബ്രാൻഡഡ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടോ. മഅക്കും അയ്യോ മാക്കും കറക്റ്റ്. ആ, മഅക്കും നലാറ മറക്ക. അയ്യോ മാക്ക് നവാറ മറ. അല്ലെങ്കിൽ മാക്ക് നവാറ മറ. നിങ്ങളടുത്ത് ബ്രാൻഡ് ആയിട്ടുള്ള ഉണ്ടോ. ഓക്കെ ഓക്കെ. ഉം. അടിപൊളി അടിപൊളി. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്നിങ്ങനെ പറയാം. മൂ മഅക്. മൂ മാന. മൂ മാന. മാന നമ്മുടെ കൂടെ. നമ്മുടെ അടുത്തില്ല. മൂ മാന. ഓക്കെ. ഉം. കൺഫ്യൂഷൻ ആവണ്ട. കൺഫ്യൂഷൻ. ഞാൻ അടുത്ത ആ പ്രിപ്പോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്താണ്. പ്രിപ്പോസ് കഴിഞ്ഞ ക്ലാസ്സിന്റെ മിൻ. ആ ആ നിങ്ങളെ നിങ്ങൾ എവിടുന്നാണ് എന്നങ്ങനെ ചോദിക്കാം. ഫ്രം വേർ. നിങ്ങൾ എവിടുന്നാണ്. വേർ ആർ യു ഫ്രം. വെയിൻ വെയിൻ ഇൻത. മിൻവെയിൻ. മിന്ന് മിൻ കൊടുക്കാം. മിൻ വെയിൻ ഇൻത. മിൻവെയിൻ. മിൻവെയിൻ ഒന്ന് കൂട്ടി പറഞ്ഞാണി. മിൻ വെയിൻ ഇൻത. അപ്പൊ മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം. ഫ്രം. അടുത്തത് ഇല. ഇല എന്ന് പറഞ്ഞാലോ. ഇല്ലാന്ന് പറഞ്ഞാല് ടു. ടു. ഞാനിപ്പോ ഓഫീസിലേക്ക് പോവാണ്. അൽഹീൻ അന റുഹുത് ഫി മക്തബ്. റു- ഇലൽ മക്തബ്. റുഹ്തല്ല.
പ്രസന്റ് ആണ്. آم، أروح അയ്യോ أروح അറോഹ് إلى المكتب. അറോഹിൽ إلى المكتب. അറോഹിൽ മക്തബ്. ഞാനിപ്പം എന്റെ ഓഫീസിലുണ്ട്. ഞാനിപ്പോ എന്റെ ഓഫീസിലുണ്ട്. മാർക്ക് കൂട്ടിട്ടാ? അല്ലല്ല, ഞാനിപ്പോൾ എന്റെ ഓഫീസിൽ ഉണ്ട്. അന ലഹീൻ ഫി അങ്ങനെ. أنا مم، أنا الحين അതന്നെ. أنا الحين എന്റെ ഓഫീസിൽ. കറക്റ്റ് ആണ്. അന ലഹീൻ എന്റെ ഡാൻസിങ് വേർഡ് ഓഫീസിൽ എന്താ പറയാ? في مكتب. അപ്പൊ എന്റെ ഓഫീസോ? أنا مكتب. അല്ല, ഞാൻ ഓഫീസാണെന്നല്ല, എന്റെ ഓഫീസിൽ. ഓഫീസിൽ ഈ ഫീ ചേർക്കണം. ഫീ എന്ന് പറഞ്ഞാൽ ഇന്നേറ്റല്ലേ. آه അപ്പൊ എങ്ങനെ പറയാ? ഞാൻ എന്റെ ഓഫീസിലാണ്. مم. الحين أنا في مكتب. ഐവ മക്തബ് എന്റെ ഓഫീസ്. അത് പറ്റേ. ഇത് പറഞ്ഞതേ പറഞ്ഞത് ഓക്കെയാണ്. ഇനി എന്റേന്ന് കൂടി ചേർക്കാന്. എന്റെ എന്നല്ല ഡാൻസിങ് കൂടെ പറഞ്ഞാണി. هو ها هم ആ का की कुम मिना. ഓക്കെ. ഇനി മക്തബ് എന്നതിന്റെ കൂടെ ഡാൻസിങ് വേർഡ് ചേർത്തി പറഞ്ഞാണ് മക്തബ്. مكتبي. ഐവ ഇനി അത് കൂട്ടി പറഞ്ഞാണ് ഞാൻ എന്റെ ഓഫീസിലാണ്. الحين أنا في مكتبي. ഐവ അനലഹീൻ ഫി മക്തബി. അനലഹീൻ ഫി മക്തബി. ഞാനിപ്പോ എന്റെ ഓഫീസിലാണ്. നീ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിക്കാം. നീ ഇപ്പോൾ എവിടെയാണ്? وين أنت ആ الحين؟ وين അയ്യോ, أنت الحين؟ വെയിൻ നീ ഇപ്പൊ എവിടെയാണ്? ഞാനിപ്പോ എന്റെ ഓഫീസിലാണ്. أنا الحين في مكتبي. ഞാനിപ്പോ നാട്ടിലാണ്. ഞാനിപ്പോ നാട്ടിലാണ്. ഞാനിപ്പോ ലീവിലാണ്. എങ്ങനെ പറയാം? أنا الحين في ال- في البيت. ഐവ ഫിൽ ബൈറ്റ്. ഞാനിപ്പം വീട്ടിലാണ്. ഞാൻ ഈ ലീവിലാണ്. أنا الحين في إجازة. ഐവ അനലഹീൻ ഫിൽ ഇജാദ. അനലഹീൻ ഫിൽ ഇജാദ. ഞാനിപ്പോ ലീവിലാണ്. ഓക്കെ, അടിപൊളി. ഞാൻ അടുത്തത് ല. ല ആ, ഞാൻ ഞാൻ ഒരു ഇതിന്റെ നൽകുക എന്നുള്ളതിന് ഒരു വേർബ് ഞാൻ അയച്ചില്ലേ? നൽകുക. ഉം. നൽകുക എന്നുള്ളത് എന്താ പറയാ? താത്തു ടെക്നിക്കിലുണ്ട് നൽകുക എന്നുള്ളത്. എന്താ പറയാ ആ verb? ജീപ്പ്. ഉം? ജീപ്പ്. ജീവ് കൊണ്ടുവരാന്നല്ലേ? നൽകുക. ലാസ്റ്റ് മൂന്നാമത്തത് ആത്തി. അയ്യോ ആറ്റി. അപ്പൊ ഞാൻ നൽകി എന്നുള്ളത് എന്താ? അന ആത്തി. ആറ്റീത്ത്. ഞാൻ നൽകി. ആറ്റീത്ത് ഞാൻ നൽകി. ഞാൻ നൽകിയിട്ടില്ല. അന മാ ആത്തീത്ത്. മാറ്റീത്ത്. മാറ്റീത്ത്. കറക്റ്റ്. മാറ്റീത്ത്. അപ്പൊ ഞാൻ അവൻക്ക് നൽകി. ഞാൻ അവൻക്ക് നൽകി എന്നെങ്ങനെ പറയാം? ഞാൻ അവൻക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവനക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പറയാം? അന ആത്തീത്ത് അയ്യോ ഫിലൂസ്. അയ്യോ അന ആത്തീത്ത് ആ അന ആത്തീത്ത് ഫിലൂസ് ഹു. ആറ്റീത്ത്. അവൻക്ക് എന്നുള്ള എന്താ ഡാൻസിങ് വേർഡ്? ആറ്റീത്തിന്റെ തൊട്ട് പിറകെ പൂന്ന് ചേർത്ത് വെക്കി ഡാൻസിങ് വേർഡ്. അവൻ അന ഹു ആത്തീത്ത് നോ. لا انا فلوس. ഞാൻ അവനക്ക് പൈസ നൽകിയിട്ടുണ്ട്. അഴത്തൈത്തുഹു. ഉണ്ടോ? ഡാൻസിങ് വേർഡ് കണക്ട് ചെയ്യുന്നത് വേർബിന്റെ കൂടെ. ഫുലൂസ്. എങ്ങനെ?
أنا أعطيته فلوس. അയ്യോ അന അറ്റൈറ്റ് ഫോക്കസ്, ഞാൻ അവനക്ക് പൈസ നൽകിയിട്ടുണ്ട്. ഓക്കെ. ഞാൻ അവനെ ഇന്നലെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയാ? ഞാൻ ഇന്നലെ ഓഫീസിൽ വെച്ച് അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവനെ ഓഫീസിൽ أمس مم. പറഞ്ഞോളി. أمس أنا ആ شفته مكتب. അയ്യോ അംസ് അന ശുഫ്തുഹു ഫിൽ മക്തബ്. അംസ് അന ശുഫ്തുഹു ഫിൽ മക്തബ്, ഞാൻ അവനെ ഇന്നലെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അംസ് അന ശുഫ്തുഹു ഫിൽ മക്തബ്, ഞാൻ അവനെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ലാ എന്ന് പറഞ്ഞാൽ ഫോർ എന്നാട്ടോ. അവൻക്ക്, ലഹു, ലഹു, ലഹ, ഡാൻസിങ് വേർഡ് വെച്ച് കോൺജുഗേറ്റ് ചെയ്താണ്. ലഹു അവനിക്ക്, ലഹ അവൾക്ക്, ലഹും അവർക്ക്, ലക് നിനക്ക്. ഒന്ന് പറഞ്ഞു നോക്കി. له لها لهم അയവ لك لك لكم അയവ لي لنا ലീ ലന കേട്ടോ. ലീ لي لنا ലീ ലന, ലീ ലന, ലീ ലഹു എന്നുള്ള അവനിക്ക്, ടു ഹിം. ലഹ, ലക്ക് എന്നുള്ളനോ. لك നിനക്ക്. ഓക്കെ. എടാ, ഈ പൈസ നിനക്കുള്ളതാണ് എന്ന് ഇങ്ങനെ പറയാ. ഈ പൈസ നിനക്കുള്ളതാണ്. هذا فلوس لكم. അയ്യോ അത് ഫുലൂസ്, ലക്ക്, കറക്റ്റ്. അത് ഫുലൂസ്. ഇത് ഓന്റെ പൈസയാണ്, ഇത് അവന്റെ പൈസയാണ്. هذا فلوس له. അയവ അവന്റേതെന്ന് പറയാൻ വേണ്ടി ഏതോ ഉപയോഗിക്കുക, ലഹു എന്നാണോ? അവൻക്ക് എന്നല്ല, അവന്റേത്. നാലാമത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഹഗ്ഗുഹു, അവന്റെ പൈസയാണ്. അപ്പൊ എങ്ങനെ പറയാ? മനസ്സിലായില്ലല്ലോ? ഇല്ല. അപ്പൊ ശരിയാക്കി തരാം. വാട്സപ്പ് നോക്കിട്ടോ. എന്താ? ഹക്ക്. അപ്പൊ ഇത് അവന്റെ പൈസയാന്ന് എങ്ങനെ പറയാ? هذا فلوس ആ ഹഗ്ഗുഹു. അയ്യോ അത ഫുലൂസ് ഹഗ്ഗുഹു, ഇത് അവന്റെ പൈസയാണ്. അത ഫുലൂസ് ഹഗ്ഗുഹു, ഇത് അവന്റെ പൈസയാണ്. ഇത് നിന്റെ പൈസയാണോ? هذا فلوس ഹഗ്ഗക്. അയ്യോ അത ഫുലൂസ് ഹഗ്ഗ, കറക്റ്റ്. ഇനി അടുത്ത പ്രിപ്പോസിഷൻ, കുറിച്ച്, എബൌട്ട്. എബൌട്ട് എന്ന് എന്താ? എബൌട്ട്. ഡേ 11 ട്ടോ. അന അന അല്ല അല്ല, എബൌട്ട്, കുറിച്ച്. അൻ 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 ഇതില് കൊടുക്കുമ്പോ അനാന്ന് വായിച്ചു അല്ല. അൻ അൻ എബൌട്ട്. അല എന്ന് പറഞ്ഞാലോ? ഓൺ. ഓൺ. പിന്നെ അധികം യൂസിൽ വരില്ല. ഹത്ത എന്ന് പറഞ്ഞാലോ? ടിൽ, ഇതുവരെ എന്നല്ല. ഓക്കെ. വാ എന്ന് പറഞ്ഞാലോ? ആൻഡ്. ആൻഡ്. ആ ഞാൻ നിന്നെ കുറിച്ച് മാനേജറോട് പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഞാൻ നിന്നെ കുറിച്ച് മാനേജറോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഐ സെഡ് ഐ സെഡ് ടു മുദീർ അബൌട്ട് യു, അല്ലെങ്കിൽ ഐ സെഡ് അബൌട്ട് യു, അല്ലെങ്കിൽ ഐ ടോക്ട് എന്നല്ലേ, സംസാരിച്ചു. ഐ ടോക്ക് അബൌട്ട് യു. ടോക്ട്. അപ്പൊ എങ്ങനെ പറയാം? ഞാൻ നിന്നെ കുറിച്ച് മാനേജറോട് സംസാരിച്ചിട്ടുണ്ട്. അന കല്ലം ആ അന അന കല്ലം തു അയ്വ അന മുദിർ. അനക്കെല്ലാം മുദീർ, നിന്നെ കുറിച്ച്. അന കല്ലം തു അന മുദിർ. അനക്കെല്ലാം അൻക്, അൻക് നിന്നെ കുറിച്ച്. അനക്കെല്ലാം അൻക്, ഒന്നുകൂടി പറഞ്ഞാണി. അന കല്ലം അൻക് മുദിർ. ആ അനക്കെല്ലാം അൻക്, അനക്കെല്ലാം മുദീർ അൻക്.
ഞാൻ എന്നെ കുറിച്ച് മാനേജറോട് പറഞ്ഞിട്ടുണ്ട്, അനക്കെല്ലാം അനക്കും അല്ലെങ്കിൽ അനക്കെല്ലാം തുമുതിർ അനക്ക്. ഞാൻ എന്നെ കുറിച്ച് മാനേജറോട് പറഞ്ഞിട്ടുണ്ട്. എടാ ഞാൻ നിന്നെ കുറിച്ചിട്ട് മാനേജറോട് പറഞ്ഞിട്ടില്ല, എങ്ങനെ പറയാ? أنا ما كلمت أنت مدير. എങ്ങനെ? أنا أنا مو كلمت أنت مدير. അയ്യോ അനമ അവിടെ പാസ്റ്റ് ആവുമ്പോ മാ ചേർത്താൽ മതി. അനമാക്കെല്ലാം മാക്കെല്ലാം ഫസ്റ്റ് ആവുമ്പം ആണോ? പാസ്റ്റ് ആവുമ്പോ മാ ചേർക്കുക. ഉം. എല്ലാത്തിലും പാസ്റ്റും പ്രസന്റ് ഒക്കെ ആവുമ്പോ റോ റോഹ്തു ഞാൻ പോയി, മാ റോഹ്തു ഞാൻ പോയില്ല, അറോഹ് ഞാൻ പോകുന്നു, അന മാ റോഹ് ഞാൻ പോകുന്നില്ല. ഉണ്ടോ? അന മാ റോഹ് ഹീൻ ഞാനിപ്പോ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അപ്പം ഈ ഈ മൂ എപ്പോഴാണ് വരുന്നത്? മൂ എന്നത് ഐ ആം നോട്ട് എന്നുള്ളതാണ്. നമ്മള് ഉം. ഐ ആം എ ഡോക്ടർ, ഐ ആം നോട്ട് ഡോക്ടർ. അവിടെ ഐ ആം നോട്ട് എന്ന് പറയുന്നതിനാണ് ആം നോട്ട്, അത് ഈസ് നോ ഈസ് ഇൻഡ് എന്നൊക്കെ പറയുന്നതിനാണ് മൂ ഉം. ഉപയോഗിക്കുന്നത്. ഈസ് നോട്ട് ഹൂ ഉം. മൂ ദുക്തൂർ, അവൻ ഡോക്ടറല്ല. അവിടെയാണ് മൂ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ മാ എന്നാണ് നെഗറ്റീവിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉം. ഓക്കെ ഓക്കെ. അടുത്തത് അല. അല അധികം എടാ എന്റെ എന്റെ കണ്ണട മേശപ്പുറത്തുണ്ട്, അതൊന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ എങ്ങനെ പറയാം? എന്റെ കണ്ണട മേശപ്പുറത്തുണ്ട്, അതൊന്ന് കൊണ്ടുപോവാ. മേശക്ക് തോവില എന്നാ പറയാം, തോവില. എങ്ങനെ പറയാം? أنا نلارة. എന്റെ കണ്ണാട, എന്റെ എന്നുള്ളതിന് എന്താ ചേർക്കാം? എന്റെ പേര് ഇസ്മി, എന്റെ കണ്ണട. نلاري. ആ, നല്ലാറ എന്നുള്ളത് ചില ചില നൗണുകൾ, അറബിയിലെ ചില നൗണുകൾ, ആ നൗണ് തന്നെ ഫെമിനിൻ ആയിരിക്കും. അതിൽ പെട്ടതാണ് നല്ലാറ. ഉം. പ്രൊനൗൺസിൽ നല്ലാറ എന്നാണെങ്കിലും എയ്ത്തിൽ നല്ലാറത്ത് എന്ന് വരും. അപ്പൊ നല്ലാറത്തി എന്ന് പറയണം. ഉം. അപ്പൊ നല്ലാറത്തി, എന്റെ 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 കണ്ണട മേശപ്പുറത്തുണ്ട്. അല, അല പിന്നെ തോവിലാന്ന് ചേർത്താൽ മതി. അല തോവില ഒന്ന് പറഞ്ഞു നോക്കി. نلارتي على الطاولة. അയ്യോ നല്ലാറത്തി അല തോവില. എന്റെ പൈസ അവിടെ ടേബിളിന്റെ മുകളിലുണ്ട്, എങ്ങനെ പറയാം? എന്റെ പൈസ, പൈസ. فلوسي അയ്യോ على على الطاولة. അയ്യോ ഫിലോസി അല തോവില, ഫിലോസി അല തോവില, ഫിലോസി അല തോവില. ഓക്കെ, അടുത്തത് അടുത്ത എന്താണ്? ആ, ഹത്ത ജോലി ചെയ്യുന്നു എന്നിങ്ങനെ പറയാം. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഞാനിപ്പം ഏത് ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നിങ്ങനെ പറയാം. നിങ്ങളെ കമ്പനിയുടെ പേരെന്തായിരുന്നു? روما. ഏ روما. റോമ. ഞാൻ ഇപ്പൊ റോമ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നിങ്ങനെ പറയാം. ഞാനിപ്പോൾ റോമ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നു എന്നുള്ളത് എന്തായിരുന്നു? അഷ്തഗിൽ. അഷ്തഗിൽ മൂന്നാമത്തെ ക്ലാസ്. أفضل. ആ, ഉം. അഷ്തഗൽ ഞാൻ ജോലി ചെയ്യുന്നു. അഷ്തഗൽ ഞാൻ ജോലി ചെയ്യുന്നു. അപ്പൊ ഇഷ്തഗൽ എന്നാണ് വേർബ്. ഇഷ്തഗൽ, ഇഷ്തഗൽ എന്നാണ് ടു വർക്ക്. അപ്പൊ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാ? ഇഷ്തഗൽ, ഇഷ്തഗൽ. അപ്പൊ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാ? اشتغل. അപ്പൊ ഞാൻ ചെയ്തു, ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അത് പാസ്റ്റ് ആക്കി നോക്കി. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. തൂ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി ലാസ്റ്റ്. اشتغل. അയ്യോ ഇഷ്ടകൽത്ത്. اشتغلت. അയ്യോ ഫാസ്റ്റ് ആവുമ്പോൾ യാത്ത. യാത്തല്ല, തൂ തൂ യത്ത. ടെക്നിക്. താത്തു ടെക്നിക്കാണ് പാസ്റ്റില്. താത്തു ടെക്നിക്ക്, മറ്റേത് യത്ത ടെക്നിക്കാണ് പ്രസന്റില്. പ്രസന്റില്. അപ്പം ഞാൻ ജോലി ചെയ്തു എന്നെങ്ങനെ പറയാ?
أت أش أشتغل അയവ അഷ്തഗൽ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നു, ആ വർക്കിംഗ് എന്നാണ്. ആന്ന് ഇഷ്ടകൽ എന്നാണ് വെർബ്. അപ്പൊ ഇഷ്ടകലിന്റെ തൊട്ട് മുന്നേ ആന്ന് ചേർത്തി കഴിഞ്ഞാൽ അഷ്ടകൽ, അത് പ്രസന്റ് ആയി. ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്തു എന്നിങ്ങനെ പറയാം. اشتغل ഇഷ്ടകൽ, ഇഷ്ടകൽ, കറക്റ്റ്. ഇഷ്ടകൽ, ഇഷ്ടകൽ, ഞാൻ ജോലി ചെയ്തു. അപ്പൊ ഞാൻ ജോലി ചെയ്തില്ല എന്നിങ്ങനെ പറയാം. أنا ما اشتغلت മാ ഇഷ്ടകൽ, മാ ഇഷ്ടകൽ. അപ്പൊ ഞാൻ ഇതുവരെ ഞാൻ ഞാൻ ഏം, വൈകുന്നേരം വരെ ജോലി ചെയ്തില്ല എന്നിങ്ങനെ പറയാം. ഞാൻ വൈകുന്നേരം വരെ ജോലി ചെയ്തില്ല. ഈവനിങ്ങിന് എന്താ പറയാ? في الشمس ഇല്ല അല്ല, ഈവനിങ് മസാ എന്നാ പറയാ. മസാ, മസാ. م. അപ്പൊ ഞാൻ ഈവനിങ് വരെ ജോലി ചെയ്തില്ല എങ്ങനെ ഉപയോഗിക്കാം? ഇസ്തകലിന്റെ താത്തു ടെക്നിക്ക്. م. اشتغلت اشتغلت ആ, مو അന മഷ്തഗൽത്ത് ഐ മഷ്തഗൽത്ത്. ആ أنا ما اشتغلت ആ ഈവനിങ്ങിന് എന്താ പറയാ? മസാ, മസാ. മസ. ആ അനസ്തഗൽത്ത് ഹത്ത മസാ. മസാ എന്ന് പറഞ്ഞാൽ ഈവനിങ്. ഹത്ത മസാ എന്ന വൈകുന്നേരം വരെ. അന മസ്തഗൽത്ത് ഹത്ത മസാ, ഞാൻ ഈവനിങ് വരെ ജോലി ചെയ്തില്ല. അന മസ്തഗൽത്ത് ഹത്ത മസാ, ഞാൻ ഈവനിങ് വരെ ജോലി ചെയ്തില്ല. ഞാൻ ഈവനിങ് വരെ ജോലി ചെയ്തു എന്നെങ്ങനെ പറയാം? ഞാൻ ഈവനിങ് വരെ ജോലി ചെയ്തു. أنا اشتغلت അയവ മസ. ഹത്ത. ഹെത്ത മസ. ഈ അയവ ഹെത്ത എന്ന് പറഞ്ഞാൽ എന്താ? വരെ, വരെ, ടിൽ, അണ്ടിൽ വരെ. എന്ന്. ആ. അത് ഉം, ഉം, മുകളിൽ ആ പ്രിപ്പോസിഷൻ അന്നിന്റെ ശേഷം, അൻ അല, ഉം, ഉം, അല എന്നതിന് ശേഷം. ഉം, അപ്പൊ അനസ്തഗൽ ഹത്ത മസ, ഞാൻ ഉം. വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ക്ഷീണിതനാണ്. അന താബാൻ അല്ലെങ്കിൽ അന താബാൻ. ക്ഷീണിതനാണെന്നുള്ള എന്താ പറയാ? താഴ്പാൻ. താബാൻ, 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 ക്ഷീണിതനാണ്. അന താബാൻ അല്ലെങ്കിൽ ഞാനിപ്പം ക്ഷീണിതനാണ്. ഓക്കെ. അടുത്തത് എന്താ? അടുത്തത് വാ, 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 ആ വാ. വാ. ഞാനും, ഉം. ഞാനും എന്റെ സുഹൃത്തും ഇന്നലെ മാർക്കറ്റിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. ഞാനും എന്റെ സുഹൃത്തും. أنا وصديق ആ أنا എന്റെ و أنا و ഉം. എന്റെ സുഹൃത്ത്. എന്റെ സുഹൃത്ത് എന്നുള്ള എന്താ? ആ, ആ, ഉം. صديق صديقو സദീഖി, ഈ അല്ലേ? صديقي. ആ ആ ഈ صديقي. അന أنا وصديقي അന വസദീഖി رحت റോഹ്ത്. അവിടെ റോഹ്ത്ത് എന്നാ. ഞാനും എന്റെ സ്വദീഖും, ഞാൻ പോയി എന്നല്ലല്ലോ, നമ്മൾ പോയി എന്നല്ല പറയാ. ഇങ്ങനെ അന സ്വദീഖി റോഹ്ന, നമ്മൾ പോയി. നമ്മ ആ ഞാൻ പോയി എന്നത് അന റോഹ്ത്ത് നമ്മ എന്നാണ്. നമ്മളാവുമ്പോ റൊഹ്ന എന്നല്ലേ? ആ അത് പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാനും പറഞ്ഞു എൻ്റെ തരാം. സുഹൃത്തും. റൊഹ്ന, റൊഹ്ന കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ വരുള്ളൂ. ഒരു 18ാമത്തെ ക്ലാസ്സിലൊക്കെ അത് വരുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അല്ല, മനസ്സിലാക്കി. ഞാനും എൻ്റെ സുഹൃത്തും പോയിന്നല്ലേ. ആ അപ്പൊ നമ്മൾന്ന് വരുമോ അതില്? ആ അതിന് ശരിക്കും നമ്മളല്ല പോയത്. ആ. അപ്പം ഞാനും എന്റെ സുഹൃത്തും പോയി. അവിടെ പോയി എന്ന് പറഞ്ഞാല് റൊഹ്ന എന്ന്. റഹ്ന, റഹ്ന അന വസദീഖ്. റഹ്ന നമ്മൾ പോയി, അന വസദീഖ് ഞാനും എന്റെ സുഹൃത്തും. റഹ്ന അന വസദീഖ് ഞാനും എന്റെ സുഹൃത്തും പോയി. ഉം, ഉം. വാ, വാ, വാ. ഏ, ഓക്കെ. ഫ്രെയിമിനും, ഫ്രെയിമിനും ഉം. ഗ്ലാസിനും 1000 റിയാലാണ്. എങ്ങനെ പറയാം? ഫ്രെയിമിനും ഗ്ലാസിനും 1000 റിയാലാണ്. ഇത്താർ വ ജാമ അയവ 1000.
1000 ريال. ألف ريال، ألف ريال. 1000 ريال. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താണേ. إطار وجامة 1000 ريال. ഇത്താർ വജാമ അൽഫ് റിയാൽ, ഇത്താർ വജാമ അൽഫ് റിയാൽ. അപ്പം അതുപോലെ തന്നെ ഫ്രെയിമിനും പഴയ ക്ലാസ്സിനും പുതിയ ക്ലാസ്സിനും 2000 റിയാലാണ്. എങ്ങനെ പറയാം? قديم إطار وجديد إطار ആ, 12,000 ريال. ഒന്നുകൂടി. قديم إطار وجديد إطار അയവ 2000 എന്താ പറയാ? അൽഫൈൻ അൽഫൈൻ 2000 ريال. اوكي. അൽഫൈൻ റിയാൽ. قديم إطار وجديد إطار 2000. അൽഫൈൻ റിയാൽ, 2000. അൽഫൈൻ റിയാൽ. അടിപൊളി. 1 മുതൽ 1000 വരെ എണ്ണം അറിയില്ലേ? 1000 വരെ അറിയില്ല. ഞാൻ അയച്ചു തരാം കേട്ടോ അതിൻ്റെത്. ആ അത് അത്ര ടഫ് ഒന്നും, വലിയ സിമ്പിൾ ആക്കി മനസ്സിലാക്കാൻ പറ്റും. ഒരു നേക്ക് ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അയച്ചു തരാം. ആയിരത്തിന് എന്താ പറയാ? അൽഫ് അൽഫ് അൽഫ്. അൽഫ് 1000. അൽഫ് എന്ന് പറഞ്ഞാൽ 1000. جست نوكري 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 25 30 40 50 75 100 100 100 1000 2000 3000 4000 5000 6000 7000 8000 9000 10000. ഞാനത് വോയിസ് റെക്കോർഡ് ആക്കി, അപ്പൊ ഒന്നുകൂടി പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ഇതൊന്നും പ്രശ്നമില്ലല്ലോ? ഇല്ല. എല്ലാ ക്ലാസ്സിലേക്കും പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒന്നും ഇല്ലാതാവും. മെല്ലെ 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 കയറി വരുന്ന നല്ലത്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാലും മതി. ഓക്കെ, കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പാറ്റേൺ മാറ്റേണ്ടി വരുമോ? കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇല ലിഖാ മഅ അസ്സലാമ. അഫ്വൻ. ശുക്രൻ മഷ്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? അഫ്വൻ. 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 അയ്യോ തമാം. ഹയ്യാക അല്ലാഹ് യഹല്ലക അല്ലാഹ് യഹ്ഫളക ഇൻഷാ അല്ലാഹ്.